രേണുസുതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ലാലേട്ടനോടും പ്രേക്ഷകരോടും പറഞ്ഞ ഒരു കാര്യം. എന്നെ നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ മുന്നിൽ എനിക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു ലാലേട്ടാ. ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു ദിവസം ഞാൻ കാലുകുത്തുന്ന അവരെ കാണിച്ചു കൊടുക്കണമായിരുന്നു. അതെനിക്ക് സാധിച്ചു. ഒരു ദിവസത്തിന് പകരം ഒരു മാസം ഞാനിവിടെ നിന്നു. അതും ലാലേട്ടൻ തന്നെ എന്നെ കൈപിടിച്ച് ഈ വീട്ടിലേക്ക് കയറ്റി വിട്ടു. അപ്പോൾ അത് ഞാനൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു ലാലേട്ടാ. അതുമാത്രമല്ല, ഈ സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ഞാൻ വല്ലാത്തൊരു ട്രോമയിലേക്ക് പോയിരുന്നു. ആ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് ഞാൻ വരുന്ന സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ട്രോമയിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എനിക്ക് ഒട്ടും വയ്യാൻ തോന്നിയത്. പണ്ട് ഈ ഒരു ട്രോമ വരുന്ന സമയത്ത് എൻ്റെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. എന്നെ സ്നേഹിക്കാനുള്ള ആൾക്കാർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വീട്ടിലെല്ലാവരും തന്നെ ശത്രുക്കളല്ലേ. പണ്ട് എൻ്റെ കൂടെ ആൾക്കാരുണ്ടായിരുന്ന സമയത്ത് യാത്ര പോവുകയും അങ്ങനെയെല്ലാം ചെയ്ത് ആ ഒരു ട്രോമ മാറിയിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ആ ഒരു ട്രോമയിലേക്ക് ഞാൻ വീണ്ടും പോയതുപോലെ എനിക്ക് തോന്നി. അതിലുപരി ഞാൻ എൻ്റെ മക്കളെ മിസ് ചെയ്യുന്നുണ്ട് ലാലേട്ട. എനിക്ക് അവരില്ലാതെ പറ്റില്ല. അവരെൻ്റെ ജീവനാണ്. അവരെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതാണ് ലാലേട്ട പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ തീരുമാനമെടുത്തത് തന്നെ എനിക്ക് അത് പ്രധാനപ്പെട്ട ഒരു കാരണമായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ലാലേട്ടൻ രേണുവിൻ്റെ അടുത്ത് പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. രേണു, നിങ്ങൾക്ക് വോട്ടുണ്ടായിരുന്നു, നിങ്ങൾ അത്യാവശ്യം മുൻപിൽ തന്നെ ആയിരുന്നു, നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളതെന്ന് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് രേണു പറയുന്നുണ്ട്, എനിക്കറിയാം ലാലേട്ട, പ്രേക്ഷകർ എന്നെ എന്നും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്നെ സ്നേഹിച്ച എല്ലാ പ്രേക്ഷകർക്കും, എനിക്ക് വോട്ട് ചെയ്ത് തന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ടാണ്, എനിക്ക് മക്കൾ എന്ന് പറഞ്ഞാൽ അത്ര ജീവൻ, എനിക്ക് അതുകൊണ്ടാണ് നിൽക്കാൻ പറ്റാത്തതെന്ന് പ്രേക്ഷകരോട് പറയുന്നു. അങ്ങനെ അവസാനം രേണു ലാലേട്ടൻ്റെ അടുത്തും പ്രേക്ഷകരുടെ അടുത്തും നന്ദി പറഞ്ഞ ശേഷം ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിപ്പോയി. ഇനി പുതിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കിട്ടട്ടെ. എന്തായാലും നിങ്ങൾക്ക് രേണുസുധീനെ പറ്റിയുള്ള അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.